സ്തുതിച്ചിടുന്നു. മാലാഖമാരുടെ ഗാനം കേട്ടു ആട്ടിടയ ഘോഷാലയിൽ മഹത്വരാജനെ ചെന്നു കണ്ടു. ദൈവത്തിൻ പുത്രനെ വാഴ്ത്തി പാടി സന്തോഷിപ്പിൻ. ദൈവപുത്രൻ മർത്യനായി പൂജാതനായി ക്രിസ്മസ് മോദം കൊണ്ടാടുവിൻ. ആനന്ദമായി ആഘോഷമോടെ വരും. മംഗളം നേരുന്നു ദേവദേവ, വന്ദനം ചെയ്യുന്നു രാജരാജ. പാരിടേ വാഴ്ക നീ. വിദ്വാൻമാരും വാനിൽ കണ്ട സുവിച്ച താരകളെ ലക്ഷ്യമാക്കി ദൂരവേ വേദനേ ദിവ്യപുരി തന്നിൽ പോയി. ദൂരവേ വേദനേ ദിവ്യപുരി തന്നിൽ പോയി. മേരിൻ ഓമന പുഞ്ചിരിച്ചു കിടക്കും പൈതലെ ആദരവായി വണങ്ങി ഗാനങ്ങൾ കാഴ്ചവെച്ചു. സന്തോഷിപ്പിൻ. ദൈവപുത്രൻ മർത്യനായി പൂജാതനായി ക്രിസ്മസ് മോദം കൊണ്ടാടുവിൻ. ആമോദമായി ആനന്ദമായി ആഘോഷമോടെ വരും. സ്വർഗപിതാവേ നീ പാദത്തിങ്കൽ അർപ്പിക്കുന്നു ഞങ്ങളേവരെയും. കന്യകാ മേരിയിൽ ജാതം ചെയ്ത രക്ഷകാ. കന്യകാ മേരിയിൽ ജാതം ചെയ്ത രക്ഷകാ. സ്നേഹസ്വരൂപനെ അനുഗ്രഹം തന്നു പാലിക്കണം. പാപങ്ങൾ മോചിച്ചു രക്ഷിക്കണം. സന്തോഷിപ്പിൻ. ദൈവപുത്രൻ മർത്യനായി പൂജാതനായി ക്രിസ്മസ് മോദം കൊണ്ടാടുവിൻ. ആമോദമായി ആനന്ദമായി ആഘോഷമോടെ വരും. മംഗളം നേരുന്നു ദേവദേവ, വന്ദനം ചെയ്യുന്നു രാജരാജ. പാരിടേ വാഴ്ക നീ. ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, at the very outset, I should like to express my deep sense of gratitude to the organizers of this Christmas gathering for having invited me to join you and to share the word of God as we celebrate the birth of our Lord and Savior Jesus Christ. എന്നെ ഈ പരിപാടിക്ക് ക്ഷണിച്ച പ്രിയപ്പെട്ട ഷാജിയെ പ്രത്യേകം നന്ദിയോടെ ഓർക്കുകയാണ്. I'm sad to hear that he has been unwell. അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് സുഖമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.
There are many people that I know personally that are attending this evening's gathering. Some of them even called me. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷാബു, അദ്ദേഹവും കോവിഡൊക്കെ ആയിട്ട് സുഖമില്ലാതിരിക്കുകയാണ്. I know that UK is going through a tough phase. I remember all those who are kind of suffering from COVID-related illness during this time. My prayer is that God will be with them with His healing hands, and that they will experience healing sooner rather than later. എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. പ്രയാസത്തിലായിരിക്കുന്നവരെ, രോഗത്തിലായിരിക്കുന്നവരെയൊക്കെ ദൈവം പെട്ടെന്ന് സുഖപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അനൂപിനോടുമുള്ള നന്ദി അറിയിക്കുന്നു. I'm also grateful to you for the kind words that were spoken about me. Although honestly speaking, I do not deserve much of what was said. എങ്കിലും നിങ്ങളുടെ ആ നല്ല മനസ്സിന് പ്രത്യേകം ഞാൻ നന്ദി അറിയിക്കുന്നു. As you have already heard from the person who has introduced me, I also have some connection with the UK. I did my PhD in Kent, in Canterbury. It was way back in 1992. I lived there in Kent for 3 years. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറേ വർഷങ്ങൾക്ക് ശേഷം സഭയുടെ UK-ലെ പള്ളികളുടെ ശുശ്രൂഷയ്ക്കായിട്ട് അവിടെ ബിഷപ്പായിട്ട് 2-3 വർഷം സേവനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് UK-യുമായിട്ട് എനിക്ക് ഒത്തിരി ഹൃദയ ബന്ധമുണ്ട്. I have lots of friends there. അവരെ എല്ലാവരെയും ഓർക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ആദ്യമേ തന്നെ ക്രിസ്തു നിറഞ്ഞ ഒരു ക്രിസ്മസിൻ്റെയും നന്മ നിറഞ്ഞ, ഐശ്വര്യം നിറഞ്ഞ, സമാധാനം നിറഞ്ഞ ഒരു പുതിയ വർഷത്തിൻ്റെയും മംഗളങ്ങൾ ആദ്യം നേരുകയാണ്. ഞാൻ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു ചെറിയ സന്ദേശം നൽകി എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഞാനിത് കഴിഞ്ഞാൽ ഉടനെ എക്സിറ്റ് ചെയ്യും. നിങ്ങളത് മനസ്സിലാക്കി എന്നോട് ക്ഷമിക്കണമെന്ന് വിചാരിക്കുന്നു. As you know, the time difference is about 5.5 hours. So it's getting late here. So I may not be able to stay with you for the entire duration of the program. I hope you will appreciate that and will forgive me for that. നമുക്ക് അല്പസമയം ഒരുമിച്ച് ഈ ദിവസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ചിന്തിക്കാം. കെവിൻ കാർട്ടേഴ്സ് എന്ന് പറയുന്ന പേര് ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിന്റെ ഫോട്ടോഗ്രാഫിക് സ്കിൽസ് ലോകം അംഗീകരിച്ചതാണ്. He was a world renowned photographer, one of the best in the world. കെവിൻ കാർട്ടേഴ്സിന്റെ ഏറ്റവും പ്രസിദ്ധമായ ചിത്രങ്ങളിൽ ഒന്ന്, നിങ്ങളെല്ലാവരും അത് സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. പട്ടിണി ആവോളമുള്ള ഒരു ആഫ്രിക്കൻ രാജ്യത്തിലെ ഒരു പാവപ്പെട്ട ബാലന്റെ ചിത്രമാണ്. കറുത്ത നിറമുള്ള, മെലിഞ്ഞ് അസ്ഥിപഞ്ജരം പോലെ ഇരിക്കുന്ന ഒരു ബാലൻ പൂർണ്ണ നഗ്നനായിട്ട് ഭക്ഷണം കിട്ടുവാനായിട്ട് ചുറ്റും പരതുകയാണ്. ആ ബാലന്റെ തൊട്ട് മുമ്പിൽ ഒരു വേസ്റ്റ് ബിന്നുണ്ട്. ആളുകൾ ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി വരുന്ന വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്ന ഒരു ഗാർബേജ് ബിൻ. ഈ ചിത്രത്തിൽ ഈ പാവപ്പെട്ട ബാലൻ he is seen crawling towards his garbage bin, hoping that he would find something to eat out of it. ആ ഗാർബേജ് ബിന്നിൽ കഴിക്കാൻ എന്തെങ്കിലും ലഭിക്കുമെന്ന് വിചാരിച്ച് ആ ബിന്നിനെ ലക്ഷ്യമാക്കി ഇഴഞ്ഞു നീങ്ങുന്ന പൂർണ്ണ നഗ്നനായ, എല്ലും തോലും മാത്രമായ കറുത്ത ബാലന്റെ ചിത്രമാണ് കെവിൻ കാർട്ടേഴ്സ് തന്റെ ക്യാമറയിൽ ഒപ്പിയെടുത്തു. ആ ബാലന്റെ തൊട്ട് പിറകിൽ ഒരു കഴുകനുണ്ട്. ആ കഴുകൻ, it was waiting for this boy to breathe his last.
അവസാന ശ്വാസമെടുത്ത് മരിച്ചു വീഴുമ്പോൾ അവനെ കുത്തിപ്പറക്കുവാൻ കാത്തിരിക്കുന്ന കഴുകൻ തൊട്ടു പുറകിൽ, തൊട്ടു മുമ്പിൽ ബാലൻ, അവന്റെ മുമ്പിൽ ഈ ഗാർബേജ് ബിൻ. ഇതാണ് ചിത്രം. നിങ്ങൾക്കറിയാവുന്നതുപോലെ കെവിൻ കാർട്ടേഴ്സിന് ഈ ചിത്രത്തിന് ഒത്തിരി അന്താരാഷ്ട്ര അവാർഡുകൾ കിട്ടി. ഒരിക്കൽ സ്വിറ്റ്സർലൻഡിൽ നടന്ന ഒരു അനുമോദന യോഗം, അതിൽ അദ്ദേഹത്തെ ധാരാളം പേര് വാഴ്ത്തിപ്പാടി. അദ്ദേഹത്തിന്റെ ഫോട്ടോഗ്രാഫിക് സ്കിൽസിനെ കുറിച്ച് വാദോരാതെ എല്ലാവരും പ്രസംഗിച്ചു. അദ്ദേഹത്തിന് അവാർഡ് കൊടുത്തു. And at the end of the function, he gave a reply speech. അത് കഴിഞ്ഞിട്ട്, പ്രോഗ്രാം കഴിഞ്ഞിട്ട് കെവിൻ കാർട്ടേഴ്സ് ഉൾപ്പെടെ വേദിയിലുള്ളവർ താഴോട്ട് ഇറങ്ങുന്ന അവസരത്തിൽ suddenly out of the blue, an elderly woman who was sitting in the audience stood up and she shouted. She said, "But where is that boy? But where is that child?" കെവിൻ കാർട്ടേഴ്സിനോട് അമ്മയുടെ ചോദ്യം അതായിരുന്നു, ആ ചിത്രത്തിലെ ബാലൻ എവിടെ? And that question was totally unexpected. It came like a bomb. ഒരു ബോംബ് പോലെ അവന്റെ തലയിലേക്ക് കെവിൻ കാർട്ടേഴ്സിനെ അത് വല്ലാതെ ബാധിച്ചു. ആ ബാലൻ എവിടെ എന്നുള്ള ചോദ്യത്തിന് മുമ്പിൽ he could not say a word. അദ്ദേഹം ഉത്തരമില്ലാതെ അവിടെ നിൽക്കുകയാണ്. അപ്പോഴാണ് ആദ്യമായിട്ട് കെവിൻ കാർട്ടേഴ്സ് ആ ചോദ്യത്തിന് ഉത്തരം തേടിയത്. എന്തുകൊണ്ട് ആ പടം എടുക്കുന്നതിന് മുമ്പോ എടുത്തതിന് ശേഷമോ ആ ബാലന് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാൻ അല്ലെങ്കിൽ ഒരു പീസ് ബ്രെഡ് വാങ്ങി കൊടുക്കുവാൻ എനിക്ക് തോന്നിയില്ല. ആ ചിത്രം എടുക്കാൻ മാത്രമേ എനിക്ക് കഴിഞ്ഞുള്ളല്ലോ. അത് ലോകത്തെ ഞാൻ കാണിച്ചു, എല്ലാവരും അത് കണ്ടു. പക്ഷെ ആ കുഞ്ഞിന് ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊടുക്കാനും അല്പം ഭക്ഷണം വാങ്ങി കൊടുക്കാനും ഞാൻ ഓർത്തില്ല. എവിടെയാ ബാലൻ എന്നുള്ള ചോദ്യത്തിന് മുമ്പിൽ ഉത്തരമില്ലാതെ അമ്മ കുഴങ്ങി. ആ കെവിൻ കാർട്ടേഴ്സ് കുഴങ്ങി. അന്ന് രാത്രി he could not sleep. In fact, he could not sleep for the following few days. വല്ലാതെ ഹോണ്ട് ചെയ്തു ആ ചോദ്യം, അമ്മയുടെ ചോദ്യം, എവിടെയാ ബാലൻ? Where is the child? അങ്ങനെ ഉറക്കം കിട്ടാതെ കുറ്റബോധത്തോടു കൂടി ദിവസങ്ങൾ തള്ളി നീക്കി. അത് അദ്ദേഹത്തിന് എൻഡ്യൂർ ചെയ്യാനായിട്ട് സാധിച്ചില്ല. അവസാനം കെവിൻ കാർട്ടേഴ്സ് ആത്മഹത്യ ചെയ്തു. കുറ്റബോധം കൊണ്ട്, മനസാക്ഷി കുത്തുകൊണ്ട്. അദ്ദേഹം നല്ലവനായിരുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. കഥയ്ക്കൊരു ബാക്കി പത്രമുണ്ട്, ഒരു വാൽക്കഷണമുണ്ട്, ഫുട് നോട്ടുണ്ട്. അത് ഈ ചിത്രം കണ്ട ആരോ ഈ ബാലനെ തേടി പോവുകയും ആ ബാലനെ കണ്ടെത്തുകയും ആ കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്ത് വളർത്തുകയും പിന്നീട് അദ്ദേഹം വലുതായി നല്ല ജീവിതം നയിച്ചു എന്നൊക്കെയാണ് അതിന്റെ ബാക്കി പത്രമെങ്കിലും ആ ബാലനെ ലോകത്ത് കാണിച്ചു കൊടുത്ത കെവിൻ കാർട്ടേഴ്സ് ജീവിച്ചിരിപ്പില്ല. അദ്ദേഹം തന്റെ ജീവിതം അവസാനിപ്പിച്ചു. അതിന് കാരണക്കാരിയായ ആ അമ്മയുടെ ചോദ്യം ഈ ക്രിസ്മസ് കാലത്ത് ഞാനും നിങ്ങളും ചോദിക്കേണ്ട ഒരു ചോദ്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. Where is that child? Where is the child called Jesus Christ in our Christmas? Where is Jesus Christ in our Christmas celebrations? നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷൻസിൽ, ആഘോഷങ്ങളിൽ യേശു ക്രിസ്തു എന്ന ബാലൻ എവിടെ? യേശു എന്ന ശിശു എവിടെ? എന്നെ അറിയാവുന്നവർക്ക് മിക്കവാർക്കും അറിയാം, ഞാൻ അല്പം ഇടതുപക്ഷമൊക്കെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നയാളാണ്. അതിനൊത്തിരി പഴിയൊക്കെ കേൾക്കുന്ന ആളുമാണ്. പക്ഷെ അതിന്റെ ബോധ്യമാണ്. അതുകൊണ്ട് തന്നെ ചെറുപ്പത്തിൽ എനിക്ക് ക്യൂബ ഒരു ഹരമായി. I always wanted to visit Cuba, which I did, not just once. I have already visited Cuba thrice, 3 times. എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു ക്യൂബ കാണണമെന്നും കാസ്ട്രോയെ കാണണമെന്നും ഒക്കെ. കാസ്ട്രോയെ നേരിട്ട് കാണാനായിട്ട് പറ്റിയില്ല, അടുത്തുവരെ ചെന്നതാണ്. I missed it by a whisker.
ഞാൻ ഒരു പ്രാവശ്യം ആദ്യം ഞാൻ ക്യൂബയിൽ പോയപ്പോൾ അദ്ദേഹത്തിന് 80 വയസ്സായതിന്റെ 80th ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു. ഫിഡൽ കാസ്ട്രോ ഇസ് ലൈക്ക് എ ഗോഡ് ഫിഗർ ഇൻ ക്യൂബ. അദ്ദേഹത്തിന്റെ 80th ബർത്ത്ഡേ വാസ് സെലിബ്രേറ്റഡ് ഓൾ ഓവർ ക്യൂബ. പക്ഷെ അദ്ദേഹം അന്ന് സുഖമില്ലാതെ ആശുപത്രിയിലാണ്. ലോകത്തിന്റെ പല രാജ്യത്തു നിന്നും നേതാക്കന്മാരൊക്കെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഐ വാസ് ദേർ ഫോർ എ വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസ് മീറ്റിംഗ്. ആ മീറ്റിംഗിൽ പങ്കെടുക്കാനായിട്ട് ഞങ്ങൾ 2 പേര്, ഞാൻ ഇന്ത്യയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും വേറൊരാളും ഉണ്ടായിരുന്നു. ഞങ്ങൾക്കും ഈ ബർത്ത്ഡേ സെലിബ്രേഷൻ പങ്കെടുക്കാനായിട്ട് ഒരു ക്ഷണം കിട്ടി. We were very excited. Particularly I was very excited because I wanted to see Fidel Castro. അദ്ദേഹം വരുമെന്നാണ് അറിയിപ്പ്. ആശുപത്രിയിൽ നിന്ന് അവസാനത്തെ 5 മിനിറ്റ് അദ്ദേഹം സ്റ്റേജിൽ വരുമെന്നാണ് ഞങ്ങൾക്ക് അറിയിപ്പ് കിട്ടിയിരുന്നത്. So we were eagerly waiting for Castro to arrive. പക്ഷെ അവസാന ഭാഗത്ത് വീണ്ടും ഒരു അനൗൺസ്മെന്റ് ഉണ്ടായി. മെഡിക്കൽ ബോർഡിന്റെ നിർദ്ദേശം അനുസരിച്ച്, ഡോക്ടേഴ്സ് അഡ്വൈസ് അനുസരിച്ച് അദ്ദേഹം സ്റ്റേജിൽ വരില്ല എന്ന്. ദാറ്റ് വാസ് എ ഹ്യൂജ് ഡിസപ്പോയിന്റ്മെന്റ് ഫോർ അസ്. പക്ഷേ എങ്കിലും ആ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് സാധിച്ചു. ക്യൂബ മുഴുവൻ ഫിഡൽ കാസ്ട്രോയുടെ ബർത്ത്ഡേ ആഘോഷിച്ചു. പക്ഷേ ഫിഡൽ കാസ്ട്രോ അവിടെ ഉണ്ടായിരുന്നില്ല. നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷനും അങ്ങനെയാണോ എന്നൊരു ചോദ്യം, അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഉന്നയിച്ചത്. വേർ ഈസ് ദ ചൈൽഡ് എന്നുള്ള അമ്മയുടെ ചോദ്യം. കാസ്ട്രോ ഇല്ലാതെ കാസ്ട്രോയുടെ ബർത്ത്ഡേ ആഘോഷിച്ചതുപോലെ ക്രിസ്തുവില്ലാത്ത ക്രിസ്മസ് ആഘോഷങ്ങളാണോ നമുക്ക് നമ്മുടെ ജീവിതത്തിലുള്ളത് എന്ന് ചിന്തിക്കുവാനായിട്ട് കഴിയും. We have to make sure that Christ is with us. Emmanuel is present in our celebrations. ക്രിസ്മസിന്റെ സന്ദേശത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ഒരു ചിന്ത, ഷൂമാക്കർ എന്ന് പറയുന്ന ഒരു ജർമ്മൻ ചിന്തകനാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രസിദ്ധമായ പുസ്തകത്തിന്റെ പേര് സ്മോൾ ഇസ് ബ്യൂട്ടിഫുൾ എന്നാണ്. സ്മോൾ ഇസ് ബ്യൂട്ടിഫുൾ, ചെറുതാണ് മനോഹരം. ക്രിസ്മസിന്റെ സന്ദേശം ഞാൻ ആ വാക്കുകളിൽ ഒതുക്കുകയാണ്. The message of Christmas is precisely this: small is beautiful. നമ്മുടെ എല്ലാ മലയാളികളുടെ അഭിമാനമാണ് അരുന്ധതി റോയ്. അരുന്ധതി റോയുടെ ബുക്കർ പ്രൈസ് ലഭിച്ച പുസ്തകത്തിന്റെ പേര് ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന്. മലയാളത്തിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ കൊടുത്തിരിക്കുന്ന തലക്കെട്ട് ചെറുമരുടെ ദൈവമെന്നാണ്. ചെറുമരുടെ ദൈവം. ക്രിസ്മസിന്റെ ദൈവം ചെറുമരുടെ ദൈവമാണ്. ചെറുതാണ് മനോഹരമെന്ന് പ്രഖ്യാപിക്കുന്ന ദൈവമാണ്. തിരുപ്പിറവിയാണ് ക്രിസ്മസ് എങ്കിൽ അത് നമ്മുടെ ചിന്തകളെ, നമ്മുടെ ലോകവീക്ഷണത്തേക്ക് മാറ്റിമറിക്കും. നമ്മൾ ചെറുതിന് വലിയ വില കൊടുക്കാറില്ല, ചെറിയവർക്കും വലിയ വില കൊടുക്കാറില്ല. നമ്മുടെ നോട്ടത്തിൽ വിലയുള്ളതിന് അല്ല ദൈവം വിലയിടുന്നത്. നമ്മൾ വില കൽപ്പിക്കാത്തതിന് കൂടുതൽ വില നൽകുന്ന ഒരു ദൈവമാണ് യേശു ക്രിസ്തുവിൽ ക്രിസ്മസിൽ പിറവിയെടുത്തത്. 99 1 വലുത് എന്ന് നമ്മളോട് ചോദിച്ചാൽ 99 എന്ന് പറയും. പക്ഷെ 99 ആടുകളെക്കാൾ വില കർത്താവ് കൊടുത്തത് നഷ്ടപ്പെട്ടു പോയ ഒരാടിനാണ്. 1 99 വലുതെന്നുള്ള ലോജിക്. ദാറ്റ് ഈസ് ദ ലോജിക് ഓഫ് ക്രിസ്മസ്. That small is beautiful. That small is valuable in God's sight. ദൈവം ചെറുതായതിന്റെ ഓർമ്മയാണ് ക്രിസ്മസ്. യേശു ക്രിസ്തുവിൽ കാലിത്തൊഴുത്തിൽ പിറന്ന ആ പൈതൽ ദൈവം ചെറുതായതിന്റെ ഓർമ്മയാണ്. അപ്പോൾ നമ്മുടെ അഹങ്കാരമൊക്കെ വെടിഞ്ഞ് നമ്മളും ചെറുതാകുമ്പോഴാണ്, ചെറിയവരോട് ചേർന്ന് നിൽക്കുമ്പോഴാണ്, ചെറിയവരെ ആദരിക്കുമ്പോഴാണ്, അവർക്ക് വില കൽപ്പിക്കുമ്പോഴാണ് ക്രിസ്മസ് നമ്മുടെ ജീവിതത്തിൽ ഒരു യാഥാർത്ഥ്യമാകുന്നത്, ആകേണ്ടത്. 5 അപ്പവും 2 മീനും, it was not much. In fact, it was very little for a crowd which is more than 5,000 people. But little is much when it comes into the hands of God. ദൈവത്തിന്റെ കയ്യിൽ ചെറുത് വലുതാണ്. അപ്പൊ ചെറുതിന്റെ വലിപ്പമാണ് ക്രിസ്മസിന്റെ വലിപ്പം.
ചെറിയവരോട് ചേർന്ന് നിൽക്കുവാനും ചെറുതിനെ വലിപ്പത്തോടുകൂടി കാണുവാനും ആദരിക്കുവാനും നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മുടെ നോട്ടത്തിൽ ആർക്കാണ് വില? നമ്മൾ ആരെയാണ് മതിക്കുന്നത്? നമ്മൾ എന്തിനാണ് വില കൊടുക്കുന്നത്? ആരൊക്കെയാണ് നമ്മുടെ സുഹൃത്തുക്കൾ? ആരെയാണ് നമ്മൾ സഹായിക്കുക? ആരുമായിട്ടാണ് നമ്മുടെ കൂട്ടായ്മ? ഈ ചോദ്യത്തിനൊക്കെ മറുപടിയാണ് ചെറുതാണ് മനോഹരം എന്നുള്ള ക്രിസ്മസ് സന്ദേശം. നമ്മുടെ മലയാളികൾക്ക് പ്രിയപ്പെട്ട ഒരു പേരാണ് സത്യൻ അന്തിക്കാട്. അദ്ദേഹം ഒരു ഫിൽം മേക്കറാണ്. അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു കഥ അർത്ഥവത്തായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾ ഒരുപക്ഷെ യു വുഡ് ഹാവ് ഹേർഡ് ദി സ്റ്റോറി ബിഫോർ, ബട്ട് ലെറ്റ് മീ ടെൽ യു ദി സ്റ്റോറി എനിവേ. അത് നമ്മുടെ ക്രിസ്മസ് സന്ദേശവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ഒരു പ്രസംഗത്തിൽ ചോദിച്ചു, കണക്കനുസരിച്ച് സിംഗിൾ ഡിജിറ്റ് നമ്പറുകളിൽ ഏറ്റവും വിലയുള്ളത് 9-നാണല്ലോ. ഈ സിംഗിൾ ഡിജിറ്റ്. അപ്പൊ 9-ന് ഏറ്റവും വിലയുള്ളത് കൊണ്ട് 9-ന് അല്പം തലക്കന്, അല്പം അഹങ്കാരം ഉണ്ടായി. എനിക്കാണ് ഏറ്റവും വിലയുള്ളതെന്ന് അഹങ്കരിച്ച് 9 തൊട്ട് താഴെയുള്ള 8-നെട്ട് ഒരു അടി കൊടുത്തു. അടി കൊണ്ട് 8 താഴെ വീണു. താഴെ വീണ ഈ 8 എഴുന്നേറ്റ് നിന്നിട്ട് ആലോചിച്ച്, ഞാൻ ആരെ അടിക്കും? അപ്പൊ 8-ന് തൊട്ട് താഴെയുള്ള 7-നെട്ട് ഒരു അടി കൊടുത്തു. അത് ഒരു സൈക്കിള് പോലെ തുടർന്നു. അടി കൊണ്ട് 7 എഴുന്നേറ്റ് വന്ന് തൊട്ട് താഴെയുള്ള 6-നെ അടിച്ചു, 6 5-നെ അടിച്ചു, 5 4-നെ അടിച്ചു, 4 3-നെയും 3 2-നെയും 2 1-നെയും അടിച്ചു വീഴ്ത്തി. They were all exercising their power of authority to the one who was inferior to them. അവരെക്കാൾ താഴ്ന്നവരെന്ന് അവർ ചിന്തിച്ചവരെ എല്ലാം അടിച്ചൊതുക്കി. അവസാനം വീണ് കിടക്കുന്ന 1 എഴുന്നേറ്റിട്ട് ആലോചിച്ചു, ഞാൻ ആരെ അടിക്കും? ഞാൻ ആരെ അടിക്കും? എനിക്ക് താഴെ ആകെ ഒരാളുള്ളത് 0-മാണ്. 0-ത്തിനാകട്ടെ വിലയില്ല. അപ്പോഴാണ് 1-ന് ഒരാശയം ഉണ്ടായത്. ഞാൻ ആരെയും അടിക്കാൻ പോകുന്നില്ല. എനിക്ക് തൊട്ട് താഴെ വിലയില്ലാത്ത 0-ത്തിന്റെ തൊട്ടിപ്പറ ഇടതുവശത്ത് ഞാൻ പോയി നിൽക്കാം. ആരും വില കൊടുക്കാത്ത 0-ത്തിന്റെ ഇടതുവശത്ത് ഈ 1 വന്ന് നിന്നപ്പോൾ അത് 10-ആയി. 0-ത്തിനും വില കൂടി, 1-നും വില കൂടി. ഇതാണ് ക്രിസ്മസിന്റെ സന്ദേശം. This is the message, precisely the message of Christmas. We are called to stand with the least of our society. വിലയില്ലാത്തവരോടൊപ്പം വന്ന് നിൽക്കുമ്പോൾ നമ്മുടെ വിലയും കൂടും, വിലയില്ലാത്തവരുടെ വിലയും കൂടുകയാണ്. വിലയില്ലാത്തവരുടെ ഒപ്പം വന്ന് പിറന്ന ക്രിസ്തു വിലയില്ലാത്തവർക്ക് ഏറ്റവും വില നൽകുകയാണ്. ക്രിസ്മസിന്റെ സന്ദേശം അതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുവരെ നമ്മുടെ ജീവിതത്തിൽ വില കൊടുക്കാത്തവർക്ക് കൂടുതൽ വില കൊടുത്ത് അവരോടൊപ്പം നിൽക്കുവാനുള്ള വിളിയാണ്, ചലഞ്ചാണ് ക്രിസ്മസ്. ജാതിയുടെയും മതത്തിന്റെയും വർണ്ണത്തിന്റെയും നിറത്തിന്റെയും ഒക്കെ പേരിൽ നമ്മൾ മാറ്റി നിർത്തിയവർ, വില കൊടുക്കാത്തവർ, അഗണ്യരെന്ന് ചിന്തിച്ചവർ. This is the time for us to rethink, to reverse our thinking, to subvert our worldview. നമ്മുടെ ചിന്തകളെയൊക്കെ ഒന്ന് കീഴ്മേൽ മറിക്കുവാനുള്ള അവസരമാണ്. ഏറ്റവും പാവപ്പെട്ടവരെ ചേർത്ത് നിർത്തുവാൻ, പുറത്തു നിൽക്കുന്നവരെ അകത്ത് കയറ്റുവാൻ, ചേർത്ത് നിർത്തുവാനുള്ള അവസരമായി ക്രിസ്മസ് മാറട്ടെ എന്നാണ് എൻ്റെ ആശംസയും പ്രാർത്ഥനയും. എത്രയോ അവസരങ്ങൾ നമുക്കതിനൊക്കെ ഉണ്ട് ഈ കാലത്ത് എന്ന് ചിന്തിക്കുക. നമ്മുടെ നാടിന്റെ അഭിമാനമായിരുന്നല്ലോ KR നാരായണൻ. ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്നു. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം? നിങ്ങൾക്ക് മലയാളം വായിക്കാൻ കഴിയുന്നവർക്ക്, if you can get hold of this book, published by DC Books, പുസ്തകത്തിന്റെ പേര് KR നാരായണൻ ഭാരതത്തിന്റെ വിശുദ്ധി എന്നാണ്. Written by one Surendran Chunakara. I have read this many times. I don't know how many times I have read this book. But every time I read this book, it touched me deeply. It continues to touch me even now when I read this book. നിങ്ങളത് വായിച്ചിട്ടില്ലാത്തവർ വായിക്കണമെന്നാണ് വിനീതമായ അഭ്യർത്ഥന.
എൻ്റെ ഹൃദയത്തെ ഏറെ സ്പർശിച്ച ആ പുസ്തകത്തിലെ ഒരു ചെറിയ സംഭവം മാത്രം നിങ്ങളോട് പങ്കുവയ്ക്കും. നമുക്കറിയാം, നാരായണൻ കോട്ടയത്തടുത്ത് ഉഴവൂരാണ് ജനിച്ചത്. ഒരു ചെറിയ കുടിലിൽ, അക്ഷരാർത്ഥത്തിൽ മലയാളത്തിൽ നമ്മൾ പറയുന്ന ദരിദ്ര നാരായണനായിരുന്നു കെ.ആർ. നാരായണൻ. പട്ടിണി ആവോളം ആ വീട്ടിലുണ്ടായിരുന്നു. ജാതി, നമ്മൾ കീഴ്ജാതി എന്ന് തെറ്റായി പറയുന്ന ജാതി ബാക്ക്ഗ്രൗണ്ട്, കറുത്ത നിറത്തിന്റെയും ജാതിയുടെയും സമ്പത്തിന്റെയും ഇല്ലായ്മയുടെയും ഒക്കെ പേരിൽ നാരായണൻ എന്ന ബാലൻ ഒത്തിരി ബുദ്ധിമുട്ടുകൾ, പരിഹാസം, ഡിസ്ക്രിമിനേഷൻ ജീവിതത്തിലുടനീളം അനുഭവിച്ചിട്ടുണ്ട്. He had to face lots of challenges, discrimination in his life. ഒരു ദിവസം സ്കൂളിൽ പോകാനായിട്ട് ഒരുങ്ങുന്ന നാരായണനോട് കരഞ്ഞുകൊണ്ട് എൻ്റെ അമ്മ പറയുകയാണ്, മോനെ, നിനക്ക് പ്രഭാത ഭക്ഷണം തന്നുവിടാൻ അമ്മയുടെ കയ്യിൽ ഒന്നുമില്ല. നിനക്ക് ഉച്ചഭക്ഷണം പൊതിച്ചോറ് തന്നുവിടാനും അമ്മയുടെ കയ്യിൽ ഒന്നുമില്ല. പക്ഷെ നീ വിഷമിക്കരുത്, മോൻ മടങ്ങി വൈകുന്നേരം വരുമ്പോൾ അമ്മ എന്തെങ്കിലും ഭക്ഷണം കരുതി വെക്കുക. അവനത് നിത്യ അനുഭവമായിരുന്നുകൊണ്ട് പരാതിയൊന്നുമില്ലായിരുന്നു. That was his daily routine. അതുകൊണ്ട് അമ്മ പറയുന്നത് കേട്ട് പ്രതീക്ഷയോടെ അവൻ അന്ന് സ്കൂളിലേക്ക് പോയി. രാവിലെ ഒഴിഞ്ഞ വയറുമായിട്ട് വെള്ളം ആവോളം കോരി കുടിച്ച് വയറ് നിറച്ച് അവൻ സ്കൂളിൽ പോയി. വിശന്നിരുന്ന് ഉച്ചവരെ. എല്ലാവരും ഉച്ചഭക്ഷണത്തിന് പിരിയുമ്പോഴും പൊതിച്ചോറില്ലാതെ അവൻ അടുത്തുള്ള തെങ്ങിൻ തോപ്പിൽ പോയി അവിടുത്തെ കിണറ്റിൽ നിന്ന് വീണ്ടും വെള്ളം കോരി കുടിക്കും, വയറ് നിറയ്ക്കും. അപ്പോഴും നാരായണന്റെ മനസ്സിൽ ഒരു ചിന്തയുണ്ട്, വൈകുന്നേരം മടങ്ങി വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മ എന്തെങ്കിലും ഭക്ഷണം തരും. He had that hope. അങ്ങനെ പ്രതീക്ഷയോടെ വീട്ടിൽ മടങ്ങിയെത്തുന്ന നാരായണന്റെ മുമ്പിൽ നിലവിളിച്ചുകൊണ്ട് അമ്മ നിൽക്കുകയാണ്. അമ്മ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം, മോനെ, നീ എന്നോട് പിണങ്ങരുത്. നിന്റെ അമ്മ നിനക്ക് തന്ന വാക്ക് പാലിച്ചതാണ്. അല്പം അരി ഉണ്ടായിരുന്നത് അവലാക്കി നിനക്ക് വേണ്ടി വെച്ചിരുന്നു ഇവിടെ. പക്ഷെ നീ മടങ്ങി വരുന്നതിന് അരമണിക്കൂർ മുമ്പ് ഒരു പാവപ്പെട്ട ധർമ്മക്കാരൻ എന്റെ മുമ്പിൽ വന്ന് അമ്മയെ 3 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് എന്തെങ്കിലും തരണമേ എന്ന് പറഞ്ഞ് നിലവിളിച്ചപ്പോൾ നിനക്ക് വേണ്ടി അമ്മ കരുതി വെച്ച അവൽ പാവപ്പെട്ട മനുഷ്യന് കൊടുക്കാതിരിക്കാൻ നിന്റെ അമ്മയ്ക്ക് കഴിഞ്ഞില്ല. നീ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് കരഞ്ഞ് നിലവിളിച്ച് മകനെ മാറോട് ചേർത്ത് അണച്ചു നിർത്തുന്ന അമ്മ. അതായിരുന്നു നാരായണന്റെ ബാല്യം. പിന്നെ നിറത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ എത്രയോ വിവേചനങ്ങൾ, എത്രയോ സ്കൂളുകളിൽ, കോളേജുകളിൽ അഡ്മിഷൻ നിഷേധിക്കുന്നു. എന്നിട്ടും പഠിച്ചു വലുതായി ഡിഗ്രിയും ഒക്കെ പാസ്സായിട്ട് ജോലി നിഷേധിക്കുന്നു. പക്ഷെ കാവ്യനീതി പിൽക്കാലത്ത് ഏത് യൂണിവേഴ്സിറ്റി അദ്ദേഹത്തിന് ജോലി നിഷേധിച്ചുവോ ആ യൂണിവേഴ്സിറ്റി അദ്ദേഹത്തെ ഇങ്ങോട്ട് വിളിച്ച് ഓണററി ഡോക്ടറേറ്റ് കൊടുത്തു. എത്രയോ രാജ്യങ്ങളിൽ നമ്മുടെ രാജ്യത്തിന്റെ ഹൈ കമ്മീഷണറായി, അംബാസഡറായിട്ട് അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. കെ.ആർ. നാരായണൻ. ഒരിക്കൽ അദ്ദേഹം അതെല്ലാം ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിലേക്ക് വന്നു. ഒറ്റപ്പാലത്ത് MP ആയിട്ട് മത്സരിച്ചു. എതിര് നിന്ന് സ്ഥാനാർത്ഥി അദ്ദേഹത്തെ പരിഹസിച്ചു. മുണ്ടുടുക്കാൻ അറിയാൻ മേലാത്ത നാരായണനെയാണോ നാം പാർലമെന്റിൽ അയക്കുക? അപ്പോൾ അദ്ദേഹം സ്യൂട്ടൊക്കെ ധരിക്കുന്ന കാലമാണ്. അദ്ദേഹം തന്റെ പ്രസംഗത്തിൽ മറുപടി കൊടുത്തു. നാരായണന് മുണ്ടുടുക്കാൻ അറിയാൻ മേല എന്ന് പറയുന്നവരോട് പറയാനുള്ള മറുപടി, മുണ്ടുടുക്കാൻ അറിയാമെന്ന് മാത്രമല്ല, മുണ്ട് നന്നായി മുറുക്കി ഉടുക്കാനും നാരായണൻ അറിയാം. മുണ്ട് മുറുക്കി ഉടുക്കുന്നവരാരാണെന്ന് മലയാളികൾക്കറിയാം. പട്ടിണിക്കാർ. വിശപ്പറിയാതിരിക്കാൻ വെള്ളമാവോളം കുടിച്ച് വയറ് നിറച്ച് മുണ്ട് മുറുക്കി ഉടുക്കുന്ന ശീലം നന്നായിട്ട് പരിചയമുള്ള ആളാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ ഈ പറയുന്നത്, നമ്മൾ ഒരു കാലത്ത്, ചിലരെങ്കിലും ഒരു കാലത്ത് ഏറ്റവും അവസാനത്തവനായി കണ്ട, ഏറ്റവും വില കുറഞ്ഞവനായി കണ്ട നാരായണനെയാണ് നമുക്ക് മീതെ ദൈവം ഒന്നാമനായി, ഇന്ത്യയുടെ ഒന്നാമത്തെ പൗരനായി ഉയർത്തിയത് എന്നുള്ളതാണ് ക്രിസ്മസ് സന്ദേശം. അതുകൊണ്ട് ആരെയും വില കുറഞ്ഞവരായി നമ്മൾ എണ്ണരുത്. നമ്മൾ വില കുറയ്ക്കുന്നവരെ ദൈവം വില കൂട്ടി നിർത്തും. നമ്മൾ മാറ്റി നിർത്തുന്നവരെ ദൈവം ചേർത്ത് നിർത്തും. That is the spirit of Christmas. That is the message of Christmas that we need to imbibe. നമ്മുടെ മനസ്സിലേക്ക് ആവാഹിച്ചെടുക്കേണ്ട, നമ്മുടെ ജീവിതത്തിലൊക്കെ വലിയ മാറ്റം വരുത്തേണ്ട ഒരു സന്ദേശമാണ്. ഒരു വലിയ വിപ്ലവം ഉണ്ടാക്കേണ്ട സംഭവമാണ് ക്രിസ്തു സംഭവം.
യേശു ക്രിസ്തുവിന്റെ പിറവി എന്ന് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് ഈ കാലത്ത് സാധിക്കുന്നു. നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ടവരെ ചേർത്ത് നിർത്തുവാൻ, ഏറ്റവും ബലഹീനരോട് ഒപ്പം നിൽക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നതാണ് ക്രിസ്മസിന്റെ സന്ദേശം എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇന്ത്യയിൽ ഡിമോണിറ്റൈസേഷൻ നടന്ന സമയത്ത്, ഈ നോട്ട് നിരോധനം നടത്തി, ആ സമയത്ത് നിങ്ങൾ ആരെങ്കിലും നാട്ടിലുണ്ടായിരുന്നോ എന്ന് അറിഞ്ഞുകൂടാ. അത് ഈ കോവിഡ് കാലം പോലെ വളരെ ഒരു ടഫ് ഫേസ് ഓഫ് ലൈഫായിരുന്നു. പ്രത്യേകിച്ച് ബാങ്കിൽ നിന്നും പണം കിട്ടത്തില്ല. മാക്സിമം 2000 രൂപയൊക്കെയാണ് വിത്ഡ്രോ ചെയ്യാനുള്ള ലിമിറ്റ്. ആ കാലത്ത് നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ ATM കൗണ്ടറുകളുടെയും ബാങ്കിന്റെയൊക്കെ മുമ്പിൽ നീണ്ട ക്യൂ ആയിരുന്നു. People would come in the queue early in the morning to make sure that they will get access to the bank. ഈ 2000 രൂപ കിട്ടാനായിട്ട് അങ്ങനെ ഒരു ബാങ്കിന്റെ മുമ്പിൽ നീണ്ട ക്യൂ ഏർലി മോർണിംഗ് മുതൽ ആളുകൾ സ്റ്റാർട്ട് ചെയ്തു. കഥയായിരിക്കും, പക്ഷെ ഞാൻ വായിച്ചതാണ്. ഒത്തിരി പേര് നീണ്ട ക്യൂവിൽ നിൽക്കുന്ന ഈ സമയത്ത് കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് 2 ചെറുപ്പക്കാർ ഈ ക്യൂ ഒന്നും ശ്രദ്ധിക്കാതെ, നമ്മുടെ മലയാളികളുടെ ഒരു ശീലമാണല്ലോ, നമ്മൾ UK അങ്ങനെ ക്യൂ ജമ്പ് ചെയ്യത്തില്ലായിരുന്നു, പക്ഷെ ഇവിടെ അതൊക്കെ കോമൺ ആണ്. അപ്പൊ ക്യൂ ഒന്നും ശ്രദ്ധിക്കാതെ 2 പേര് നേരെ ബാങ്കിന്റെ ആ ഫ്രണ്ട് ഡോറിലേക്ക് പോവുകയാണ്. നമ്മുടെ മലയാളികൾ വിടുവോ? രാവിലെ പോലും ബുദ്ധിമുട്ടി നിൽക്കുന്നവരെ ഒന്നും ഗവനിക്കാതെ പോകുന്ന 2 പേരെ, ക്യൂ നിന്ന് കുറച്ച് പേര് അങ്ങോട്ടേ നിന്മാരെ 2 പേരെ കൂടെ പിടിച്ച് നന്നായിട്ട് കൈകാര്യം ചെയ്തു, ഇടിച്ച് താഴെ ഇട്ടു. അവരൊരു തരത്തിൽ എഴുന്നേറ്റ് നിന്ന് ചുറ്റുമൊക്കെ നോക്കിയിട്ട് വീണ്ടും ബാങ്കിന്റെ മുമ്പിലേക്ക് പോവുകയാണ്. ഇവർ വീണ്ടും ഇവരെ 2 പേരെ ചെന്ന് പിടിച്ചിട്ട് ഇടിച്ചു. 3ാമത് എഴുന്നേറ്റ് ഇവരെ ബാങ്കിന്റെ മുമ്പിലേക്ക് ചെന്നു. നമ്മുടെ ആളുകൾ നന്നായിട്ട് ഈ 2 പേരെ വീണ്ടും കൈകാര്യം ചെയ്തു, ഇടിച്ചു താഴെ ഇട്ടു. 3ാമത് ഇടിച്ച് താഴെ വീണ ഈ 2 പേര് എഴുന്നേറ്റിട്ട് ഒരു തരത്തിൽ എല്ലാരെയും ഒന്ന് നോക്കിയിട്ട് ഇപ്രകാരം പറഞ്ഞു എന്നാണ് കഥ: നിനക്കൊക്കെ ഇത്രയും ഗമയാണെങ്കിൽ ഇന്ന് ഞങ്ങൾ ബാങ്ക് തുറക്കുന്നില്ല. അപ്പോഴാണ് ഈ ഇടിച്ചവന്മാർക്ക് മനസ്സിലായത്, ഇതിൽ ഒരാൾ ബാങ്കിന്റെ മാനേജരും മറ്റേയാൾ ബാങ്ക് തുറക്കുന്ന പ്യൂണുമായി. പക്ഷെ ഇതൊന്നും ചിന്തിക്കാനായിട്ട് ക്യൂവിൽ നിന്ന ആളുകൾക്ക് സമയമില്ല. അവരുടെ കാര്യം മാത്രമേ ശ്രദ്ധിച്ചുള്ളൂ. അതുകൊണ്ട് അന്ന് ബാങ്ക് തുറന്നില്ല. ഇടി കിട്ടിയവര് തിരിച്ചു വീട്ടിൽ പോയി എന്നാണ് കഥ. കഥയുടെ പാഠം, നമ്മൾ പലപ്പോഴും ഇടിച്ചു വീഴ്ത്തുന്നവരുടെ വില എന്താണെന്ന് നമ്മൾ പിന്നീടാണ് അറിയുന്നത്. നമ്മൾ ഇടിച്ചു വീഴ്ത്തുന്നവരും മാറ്റി നിർത്തുന്നവരും വില കൊടുക്കാത്തവരുടെയും ഒക്കെ വില ഇടി കഴിയുമ്പോഴാണ് നമുക്ക് ബോധ്യമാകുക. ക്രിസ്മസ് നമ്മളെ പഠിപ്പിക്കേണ്ട ബോധ്യം അതാണ്. ഇതുവരെ നമ്മുടെ ജീവിതത്തിൽ മാറ്റി നിർത്തിയവരും പുറത്താക്കിയവരും വില കൊടുക്കാത്തവരും നമ്മളെക്കാൾ കുറവുള്ളവരെന്ന് കണ്ടവരുമൊക്കെ, അത് ജാതിയുടെ പേരിലാവാം, നിറത്തിന്റെ പേരിലാവാം, വിദ്യാഭ്യാസത്തിന്റെ പേരിലാകാം, സമ്പത്തിന്റെ പേരിലാകാം, എന്തിന്റെ പേരിലുമാകട്ടെ, നമ്മൾ മാറ്റി നിർത്തിയവരും ബഹിഷ്കരിച്ചവരും വില കുറച്ച് കണ്ടവരും പരിഹസിച്ചവരും നിന്ദിച്ചവരും ഒക്കെ യഥാർത്ഥത്തിൽ യേശുമാരാണെന്നുള്ള തിരിച്ചറിവാണ്. അവർക്കാണ് നമ്മളെക്കാൾ വിലയെന്നുള്ള തിരിച്ചറിവാണ്. അവരോട് ചേർന്നാണ് നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കേണ്ടതെന്നുള്ള ആ മെസ്സേജാണ് ക്രിസ്മസ് നമുക്ക് നൽകേണ്ടത്. ആ സന്ദേശം നമ്മുടെ മനസ്സിൽ ആഴ്ന്നിറങ്ങട്ടെ എന്ന് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന. ഒരർത്ഥത്തിൽ ക്രിസ്മസ് അടുപ്പത്തിന്റെ പെരുന്നാളാണ്. ഇറ്റ്സ് എ ഫെസ്റ്റിവൽ ഓഫ് നിയർനെസ്. Unfortunately, we are all living in a world at a time where we have to keep distance, whether we like it or not. കോവിഡിന്റെ ഒരു പ്രോട്ടോകോൾ ആണത്. സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്നും ഫിസിക്കൽ ഡിസ്റ്റൻസിങ് എന്നും, ഐ ഡോണ്ട് ലൈക്ക് ദ വേർഡ് സോഷ്യൽ ഡിസ്റ്റൻസിങ്, അങ്ങനെ നമ്മൾ ഉപയോഗിക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. ഫിസിക്കൽ ഡിസ്റ്റൻസിങ് തൽക്കാലം നമുക്ക് പാലിച്ചേ പറ്റൂ. എന്നാൽ ക്രിസ്മസ് എന്ന് പറയുന്നത് നിയർനെസ് ആണ്. It's about being close to God. It's about being close to one another. ദൈവത്തോടും മനുഷ്യരോടും അടുക്കുന്നതാണ്. അടുപ്പത്തിന്റെ പെരുന്നാളാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. ഇംഗ്ലണ്ടിലെ ആംഗ്ലിക്കൻ ചർച്ചിലെ ഗ്രഹാം കിങ് എന്ന് പറയുന്ന ഒരു ബിഷപ്പാണ്. അദ്ദേഹം ഇപ്പോഴും ഓഫീസിലുള്ള ബിഷപ്പാണ്. അദ്ദേഹത്തിന്റെ ക്രിസ്മസിനെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് അദ്ദേഹം പറയുന്നുണ്ട്. ക്രിസ്മസ് in Christ, the ultimate has become intimate. The ultimate has become intimate.
So Christmas is about being intimate. ഇൻറ്റിമസിയുടെ പെരുന്നാളാണ്, ക്ലോസ്നെസ്സിന്റെ, ഫെലോഷിപ്പിന്റെ, ടുഗദർനെസ്സിന്റെ പെരുന്നാളാണ് ക്രിസ്മസ്. അടുപ്പം. അപ്പൊ നമ്മൾ ശാരീരികമായിട്ട് അകന്നിരുന്നാലും മാനസികമായി ആത്മീയമായി നമുക്ക് അടുക്കുവാനായിട്ട് കഴിയും. പ്രത്യേകിച്ച് പാവപ്പെട്ടവരോട്, അവരോട് അടുത്ത് പെരുമാറുവാൻ, അവരോടൊപ്പം നിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ് ഇമ്മാനുവേൽ നമ്മുടെ ജീവിതത്തിൽ ഒരു റിയാലിറ്റി ആകുന്നത്. ഞാൻ കേരളത്തിൽ നിന്ന് ഒരു അടുത്ത കാലത്ത് നടന്ന എന്നെ സ്വാധീനിച്ച ഒരു സംഭവം കൂടെ പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസാനിക്കും. ദിസ് ഇസ് അബൌട്ട് എ വുമൺ കോൾഡ് മേരി. നമ്മുടെ കർത്താവിൻ്റെ അമ്മയുടെ പേരും അത് തന്നെയാണല്ലോ. മറ്റൊരു കർത്താവിൻ്റെ അമ്മയായിട്ട് ഞാൻ ഈ മേരിയെ, കേരളത്തിലെ ഈ മേരിയെ കാണുകയാണ്. ഒരുപക്ഷെ നിങ്ങളും മാധ്യമങ്ങളിൽ കൂടെയൊക്കെ മേരിയെ പരിചയപ്പെട്ടു കാണും. ചെല്ലാനം എന്ന് പറയുന്ന ഒരു ഗ്രാമം കേരളത്തിലുണ്ട്. ഇറ്റ്സ് എൻ ഏരിയ വേർ ഫിഷ് ഫോക്ക് പീപ്പിൾ ലിവ്. ഒരു ഹാർബർ ഏരിയയാണ്, മത്സ്യത്തൊഴിലാളികൾ താമസിക്കുന്ന ഒരു പാവപ്പെട്ട ഗ്രാമം. അവിടെ കോവിഡ് ഹിറ്റ് ചെയ്തു. ഓൺ ടോപ്പ് ഓഫ് കോവിഡ് ഫ്ലഡ്സ് കെയിം. ഒരു ഡബിൾ പ്രഹരമായിരുന്നു. കോവിഡ് ഒരു വശത്ത്, പ്രളയം, മഴ ഒരു വശത്ത്. ഇതെല്ലാം കൂടി ആയപ്പോഴത്തേക്ക് ആളുകൾ പട്ടിണി, മുഴുപട്ടിണിയായി, ഒത്തിരി പ്രയാസമായി. സോ ദർ വാസ് എ പബ്ലിക് അപ്പീൽ ഫോർ ഹെൽപ്പ്. ഒത്തിരി പേര് സഹായിച്ചു. ഒത്തിരി പേര് അവർക്ക് പൊതി കെട്ടി, പൊതിച്ചോറുണ്ടാക്കി, ലഞ്ച് പാക്കറ്റൊക്കെ ഉണ്ടാക്കി കൊടുത്തു, പണമായിട്ട് സഹായിച്ചു, മരുന്ന് കൊടുത്തു. ആ കൂട്ടത്തിൽ മേരി എന്ന് പറയുന്ന ഒരു സ്ത്രീ പാവപ്പെട്ട കുറെ ആളുകൾക്ക് പൊതിച്ചോറുണ്ടാക്കി കൊടുത്തു. ആ പൊതിച്ചോറിൽ ഒരു പൊതിച്ചോറ് കിട്ടിയ ഒരു പാവപ്പെട്ട വീട്ടിലെ അംഗം ആ പൊതിച്ചോറ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പൊതിച്ചോറിനകത്ത് ഒരു അസാധാരണ കാഴ്ച കണ്ടു. ആ പൊതിച്ചോറിനകത്ത് ഒരു പ്ലാസ്റ്റിക് സിപ്ലോക്ക് ബാഗ് പോലെയുള്ള ചെറിയൊരു പ്ലാസ്റ്റിക് ബാഗിനകത്ത് ഒരു 100 രൂപ നോട്ട് കവർ ചെയ്ത് അതിനകത്ത് വെച്ചിരിക്കുകയാണ്, ആ ചോറിനകത്ത്. അപ്പൊ ഈ ചോറ് കഴിക്കുന്നതിനിടയിൽ കഴിക്കുന്നയാൾ ഇത് എടുത്തു നോക്കിയപ്പോൾ ഒരു 100 രൂപയുടെ നോട്ടാണ്. അത് വാർത്തയായി. അപ്പൊ പത്രക്കാർ അന്വേഷിച്ച് ചെന്നപ്പോ മേരി എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് ഇത് ചെയ്തത്. അപ്പൊ അവര് മേരിയുടെ വീട്ടിൽ ചെന്നിട്ട് ചോദിച്ചു, എന്താ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ തോന്നിയത്? അപ്പൊ അവര് പറഞ്ഞു, ഇതിനകത്തൊന്നുമില്ല, ഞാൻ ഒരു പാവപ്പെട്ട സ്ത്രീയാണ്, എന്നെ പോലെ ദുഃഖം അനുഭവിക്കുന്നവർക്ക് ഒരു നേരത്തെ ഭക്ഷണം ഞാൻ പാക്ക് ചെയ്തപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്ന ഒരു ആശയമാണ്, ഐ ഹാഡ് ഓൺലി 200 rupees in my hands on that day. എൻ്റെ ജോലി കഴിഞ്ഞ് കിട്ടിയ വേതനത്തിൽ നിന്ന് ചെലവെല്ലാം കഴിഞ്ഞ് 200 രൂപ അന്ന് മിച്ചമുണ്ടായിരുന്നു. അതിൻ്റെ പകുതി 100 രൂപ നോട്ട് ഞാൻ അതിനകത്ത് വെച്ചു. കിട്ടുന്ന വീട്ടിൽ ഒരു നേരത്തെ പഞ്ചസാരയോ ചായയോ വാങ്ങാൻ തികയുന്നെങ്കിൽ ആവട്ടെ എന്നേ ഞാൻ വിചാരിച്ചുള്ളൂ. നത്തിങ് എക്സ്ട്രാ ഓർഡിനറി എന്നവർ വിനയപൂർവ്വം പറയുകയാണ്. ആ പൊതിച്ചോറിനും അതിനകത്ത് വെച്ചിരിക്കുന്ന 100 രൂപ നോട്ടിനും പറയുന്ന പേരാണ് യേശു, യേശു ക്രിസ്തു. അപ്പൊ യേശു ക്രിസ്തുവിനെ ക്രിസ്മസിൽ എങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുക? നമുക്ക് ദൈവം തരുന്നതിന്റെ ഒരംശം. 200 രൂപ മാത്രം കയ്യിലുള്ള ഒരു അമ്മയാണ് 100 രൂപ നോട്ട് പങ്കുവയ്ക്കാൻ തയ്യാറാകുന്നത്. എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ബാങ്കിൽ എത്രയോ കാശുണ്ട്, എത്രയോ നിക്ഷേപമുണ്ട്. അതിൻ്റെ ഒരു അംശം എടുക്കാനായിട്ട് നമ്മൾ എത്ര പ്രാവശ്യം ആലോചിക്കും? ഒരാൾക്ക് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ ഹൗ മെനി ടൈംസ് വുഡ് വി തിങ്ക് ഓഫ് ഇറ്റ്? എന്നിട്ട് തന്നെ കൊടുക്കാൻ നമ്മൾ തീരുമാനിക്കണമെങ്കിൽ എന്ത് പ്രയാസമാണ്. അവിടെയാണ് 200 രൂപ മാത്രം കയ്യിലുള്ള ഒരമ്മ അതിൻ്റെ നേർപകുതി തങ്ങളെപ്പോലെ വിഷമിക്കുന്ന ഒരാൾക്ക് പങ്കുവയ്ക്കാനായിട്ട് തയ്യാറാകുന്നു. ദാറ്റ് ഈസ് ദ സ്പിരിറ്റ് ഓഫ് ക്രൈസ്റ്റ്. ദാറ്റ് ഈസ് ദ സ്പിരിറ്റ് ഓഫ് ക്രൈസ്റ്റ്. ദാറ്റ് ഈസ് ദ സ്പിരിറ്റ് ഓഫ് ക്രിസ്മസ്. അത് നമുക്കില്ലെങ്കിൽ, ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ, കാസ്ട്രോ ഇല്ലാതെ കാസ്ട്രോയുടെ ജന്മദിനം ക്യൂബ ആഘോഷിച്ചതുപോലെ, വേർ ഈസ് എ ചൈൽഡ് എന്ന അമ്മ കെവിൻ കാർട്ടേഴ്സിനോട് ചോദിച്ചപ്പോൾ കാർട്ടേഴ്സിന് ഉത്തരം കിട്ടാതെ ആത്മഹത്യ ചെയ്തതുപോലെ ഈ രാത്രി ദൈവം നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ്, വേർ ഈസ് ക്രൈസ്റ്റ് ഇൻ അവർ ക്രിസ്മസ്? ലെറ്റ് us make sure that Christ is with us in our Christmas. The best way to make sure that Christ is with us in our Christmas is to make sure that we share what we have with the least, with the last and the lost of our society. ഏറ്റവും പാവപ്പെട്ടവർക്ക്, ഏറ്റവും പ്രയാസമുള്ളവർക്ക്,
എല്ലാവരും മാറ്റി നിർത്തുന്നവർക്ക് നമുക്കുള്ളതിനെ പങ്കുവെച്ച് അവരോടൊപ്പം നിൽക്കുവാനായിട്ട്, അവർക്കൊന്ന് കൈ കൊടുക്കുവാൻ നമ്മൾ മനസ്സ് കാണിക്കുമ്പോൾ ക്രിസ്തു മനസ്സ് അവിടെ തെളിയുകയാണ്. ആ ക്രിസ്തു മനസ്സില്ലാത്ത ക്രിസ്മസ് യഥാർത്ഥ ക്രിസ്മസ് ആവില്ല. സ്വാഗത പ്രസംഗം തീരമെന്ന ഒരു പ്രസ്ഥാനത്തെക്കുറിച്ച് പറഞ്ഞു. എനിക്ക് അദ്ദേഹം എന്നെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ മറന്നു കളയുക. പക്ഷെ ഒരു കാര്യം മാത്രം നിങ്ങൾ എന്നെക്കുറിച്ച് ഓർത്തിരിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. That I am the father of about 200 children, all of them mentally challenged, all of them special children. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന, സ്നേഹം മാത്രം കൊടുക്കാൻ അറിയാവുന്ന നിഷ്കളങ്കരായ 100-200 കുട്ടികളുടെ ഒരു അപ്പൻ എന്ന നിലയിൽ മാത്രം നിങ്ങൾ എന്നെ കണ്ട് ഓർത്ത് പ്രാർത്ഥിച്ചാൽ മതി. ആ കുഞ്ഞുങ്ങളോടൊപ്പം നിൽക്കുന്നതാണ് എനിക്ക് ക്രിസ്മസ്. ആ കുഞ്ഞുങ്ങളുടെ ജീവിതം ഷെയർ ചെയ്യുന്നതാണ് ഞാൻ അനുഭവിച്ച ഏറ്റവും അർത്ഥവത്തായ ക്രിസ്മസ്. എന്നെ പോലെയുള്ള ഒരാൾക്ക്, എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ഒരു കുടുംബത്തിന് 200 കുഞ്ഞുങ്ങളെ സ്നേഹിക്കാൻ കഴിയുമെങ്കിൽ, അവർക്ക് അവരുടെ ജീവിതത്തിന് വില കൊടുക്കുവാൻ സാധിക്കുമെങ്കിൽ, നമ്മളൊക്കെ വിചാരിച്ചാൽ എത്രയോ പേരുടെ വില കൂടും, എത്രയോ പേർക്ക് ജീവിതത്തിൽ അർത്ഥമുണ്ടാകും, എത്രയോ പേരുടെ ജീവിതത്തിൽ പ്രകാശമുണ്ടാകും. അതുകൊണ്ട് ആ വഴിക്ക് നമ്മുടെ ചിന്ത തിരിയട്ടെ. വലിയ ആഘോഷങ്ങളിലും കോവിഡ് നമ്മളെ പഠിപ്പിച്ച ഒരു വലിയ പാഠം അതാണ്. ആഘോഷങ്ങളിലൊന്നും കാര്യമില്ല. 40 പേരെ വെച്ച് കല്യാണം നടത്താനൊക്കെ നമ്മൾ പഠിച്ചില്ലേ? പെരുന്നാളുകളിലൊക്കെ വലിയ ആഘോഷങ്ങളൊന്നും, ക്രിസ്മസും ഒക്കെ പടക്കം പൊട്ടിക്കാതെയൊക്കെ ആഘോഷിക്കാൻ നമ്മൾ പഠിച്ചു. കള്ള് കുടിക്കാതെയും ലഹരിയുടെ അടിമയില്ലാതെയും ഒക്കെ ശീലിക്കാനായിട്ട് നമുക്ക് ഈ കാലത്ത് പഠിക്കും. നമ്മൾ ദുർവ്യയം ചെയ്യുന്ന ആ പണമൊക്കെ എത്രയോ പേരുടെ ജീവിതത്തിന് വെളിച്ചമുണ്ടാകുവാനായിട്ട് ഉപകരിക്കും എന്ന് ചിന്തിക്കുക. അതുകൊണ്ട് ഈ ക്രിസ്മസും ഇനിയുള്ള ക്രിസ്മസ് കാലങ്ങളുമൊക്കെ നമുക്കുള്ളതിനെ പങ്കുവെക്കുവാൻ, ദൈവം തൻ്റെ ഏകജാതനെ ഈ ലോകത്തിന് പങ്കുവെച്ചതാണ് ക്രിസ്മസ് എങ്കിൽ, ദൈവം നമുക്ക് നൽകിയതിനെ പങ്കുവെച്ച് ആ ക്രിസ്തുവിനെ പങ്കുവെക്കുവാൻ നമുക്കിനിയുള്ള കാലം കഴിയട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം തന്ന UCF-നോട്, പ്രിയപ്പെട്ട ഷാജിയോടും അനൂപിനോടും എന്നെ നേരിട്ട് വിളിക്കുകയും ബന്ധപ്പെടുകയും ഒക്കെ ചെയ്ത എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. പങ്കെടുക്കുന്ന വൈദികരോട്, ബിനുവച്ചനും ഞാൻ ഒരുമിച്ച് ബാംഗ്ലൂർ ഉണ്ടായിരുന്നതാണ്. അദ്ദേഹം അവിടെ ഉള്ളപ്പോൾ ഞാൻ അവിടെ പഠിപ്പിക്കുന്നുണ്ട്. അച്ഛനെ വീണ്ടും കാണാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. എൽദോസച്ചനും മറ്റു വൈദികരും ഒക്കെ ഉണ്ടെന്ന് അറിയിക്കുന്നു. എല്ലാവരെയും നന്ദിയോടെ സ്മരിക്കുന്നു. Once again, it's my privilege to greet all of you in the matchless name of our Lord and Savior Jesus Christ, whose birth we celebrate today. അത് നമുക്ക് എത്ര വലിയ പ്രിവിലേജ് ആണ്, ഓണറാണ് എന്ന് ചിന്തിക്കുക. അതിൻ്റെ വില കളയാതെ യഥാർത്ഥ ക്രിസ്ത്യാനികളായി ക്രിസ്തുവിൻ്റെ പിറവി ആഘോഷിക്കുവാനായിട്ട് ഏറ്റവും പാവപ്പെട്ടവരിലേക്കും ഏറ്റവും വില കുറഞ്ഞവരിലേക്കും ഏറ്റവും ബലഹീനരിലേക്കും നമ്മളൊന്ന് ഇറങ്ങിച്ചെന്ന് അവരോടൊപ്പം നിൽക്കുവാൻ നമുക്കിനിയുള്ള കാലം സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. Once again, I thank all of you for having given me this honor and privilege and for having me with you this evening. എല്ലാവർക്കും നല്ല ഒരു വർഷം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 2020 പോലെ ആകാതിരിക്കട്ടെ. 2021 നമുക്കും ഒത്തിരി മാറ്റങ്ങൾക്ക് വിധേയമാകാം. രോഗങ്ങളില്ലാത്ത, സമാധാനവും ശാന്തിയും സന്തോഷവുമുള്ള ഒരു പുതിയ വർഷമാകട്ടെ 2021 എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. I wish all of you a Christ-filled Christmas and a blessed new year ahead. Thank you so much. God bless. Long time ago in Bethlehem, so the Holy Bible said, Mary's white child, Jesus Christ, was born on Christmas Day. Hark now, hear the angels sing, the King was born today, and man will live forevermore, because
by night, they see a bright new shining star. They hear a choir sing a song, the music seems to come from afar. Oh, now hear the angels sing, the King was born today, and man will live forevermore because of Christmas Day. Mary's for the child, Jesus Christ was born on Christmas Day. For a moment the world was aglow, the bells rang out, there was hymn of joy, and as the people shouted, let everyone know there is hope for all to find peace. Mary's for a child, Jesus Christ was born on Christmas Day, and man will live forevermore because of Christmas Day. Merry Christmas, everyone!